എൻ്റെ പേര് നഹാസ്. ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കര പോകുന്ന റൂട്ടിൽ കൊല്ലടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം ഇന്നിപ്പോൾ 3 ആഴ്ച ആകുന്നു. ഞങ്ങളാദ്യം അമ്മയുടെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കാൽ മുക്കോസ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ആയിരുന്നു. അപ്പം നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം 2.5 മാസത്തോളം ഞങ്ങൾ അവിടെ ആയിരുന്നു. അവർ ആദ്യം കീമോയും കാര്യങ്ങളുമൊക്കെ ചെയ്തു. പിന്നീട് സർജറിക്കുള്ള ഡേറ്റ് തന്നു. സർജറി കഴിഞ്ഞ് ഏകദേശം ജൂലൈ 14-ാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി. 17-ാം തീയതി സർജറി കഴിഞ്ഞു. ഇപ്പം സർജറി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് അതിനുശേഷം അവർ പ്ലാസ്റ്റിക് സർജറിയുടെ വാർഡിലേക്ക് മാറ്റുകയും പിന്നെ അവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവസാനം ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ആളെ എത്രയും വേഗത്തും നിങ്ങളുടെ അടുത്തുള്ള പാലിയേറ്റീവ് കെയറിലോട്ട് മാറ്റിക്കോളാൻ പറഞ്ഞിട്ടാണ് നമ്മളെ അവിടെ നിന്ന് സത്യത്തിൽ വിടുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുത്തെ ഒരു ഡോക്ടറാണ്. അപ്പം അങ്ങനെ വിളിച്ച് സംസാരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ഒരു 3 ദിവസത്തേക്കൊന്ന് അഡ്മിറ്റ് ചെയ്യും, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കും ഫീൽ ചെയ്തു, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും ഫീൽ ചെയ്തുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ബാക്കി ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആൾ വന്ന ടൈമിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ എണീറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ ഒന്നും പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെത്താനെ നടക്കുകയും എണീറ്റിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു വലിയ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു കെയറിങ് തരുന്നുണ്ട് നമുക്ക്. അതുപോലെ ടൈമിന് ഫുഡ് കാര്യങ്ങളെല്ലാം അമ്മയ്ക്കുള്ളത് ഇവിടെ കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ സിസ്റ്ററിനെ പറ്റിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂട്ട് നല്ല ക്ലിയറായിട്ട് വന്ന് ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എന്താ പറയുക, ഞങ്ങളുടെ അമ്മ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പുള്ളിക്കാരിയുടെ ഒരു കൈയാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ അതുപോലെ ഡോക്ടേഴ്സ്, സിസ്റ്ററിൻ്റെ പേര് അർച്ചന എന്നാണ്, പേര് പറയാൻ വിട്ടുപോയി. അപ്പം അർച്ചന സിസ്റ്ററാണ് ഞങ്ങളെ മെയിനായിട്ട് ഇത്രയെങ്കിലും ഇതാക്കി തന്നത്. പിന്നെ ഡോക്ടേഴ്സ് നിതിൻ ഡോക്ടർ, പിന്നെ മറ്റേ സാറാ മേഡം, അതുപോലെ തന്നെ ബോസ് ഡോക്ടർ, ഇവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മളെ ധരിപ്പിക്കുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ, ഇപ്പം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഏകദേശം 2.5 മാസം കിടന്നെങ്കിലും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്നോ അല്ലെങ്കിൽ നിലവിലത്തെ എങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതൊന്നും നമ്മളോട് പറയുന്നില്ലായിരുന്നു. അപ്പം വെറുതെ ഒരു 2.5 മാസം അവിടെ പോയി കിടന്നുപോയി എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇത്ര ഒരു കണ്ടീഷൻ ആവാൻ കാര്യം തന്നെ അവിടെ പോയതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഒരുപാട് ബെറ്ററായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നോക്കിയാലും കുറ്റമായിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ അടുത്ത പാലിയേറ്റീവ് കെയറിൻ്റെ മാഡം ആണെങ്കിലും ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും അവരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ ആൾക്കാർ എല്ലാ ദിവസവും വരികയുണ്ട്. അതുപോലെ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും റൂം ക്ലീനിങ് ആണെങ്കിലും ഫുഡ് സർവീസ് ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. നമുക്ക് ഇവിടെ നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ഡോക്ടർ സേറ ഈസോ, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഓങ്കോളജി സെൻ്ററിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. പലർക്കും ഒരു ധാരണയുണ്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ലൈഫ് കെയർ അല്ലെങ്കിൽ മരണത്തോടെടുക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ള ചികിത്സ എന്നാണ്. പക്ഷേ ക്യാൻസർ ചികിത്സയിൽ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ എന്നീ ചികിത്സകളോടൊപ്പം തന്നെ വേണ്ട ഒന്നാണ് പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന പരിചരണം. കാരണം ഒരു രോഗിക്ക് രോഗം ഡയഗ്നോസ് ചെയ്യുന്ന സമയം മുതൽ അവരുടെ രോഗലക്ഷണങ്ങളെ കൂടെ അഡ്രസ്സ് ചെയ്യുന്ന ചികിത്സയാണ് സാന്ത്വന ചികിത്സ. മേൽപ്പറഞ്ഞ രോഗിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് വളരെ ദയനീയമായൊരു അതിദാരുണമായ അവസ്ഥയിലാണ് നമ്മളുടെ എമർജൻസി റൂമിൽ അവർ വന്നത്. കാരണം അവരുടെ സർജറിക്ക് ശേഷം ഉണങ്ങാത്ത മുറിവ്, അതിന് വേണ്ട ഡ്രസ്സിങ് കിട്ടിയിരുന്നില്ല. അവർ വളരെയധികം വേദനയിലായിരുന്നു. അവരുടെ ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും അവരും അവരുടെ ഫാമിലിയും വളരെ സഫർ ചെയ്യുന്നൊരു സിറ്റുവേഷനിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും പാലിയേറ്റീവ് കെയർ ടീമിൻ്റെയും സാന്ത്വന പരിചരണം കൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മുറിവിന് ദിവസേന ഡ്രസ്സിങ് ചെയ്യുക, അവരുടെ വേദനയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അവരോട് സാന്ത്വനത്തോടെ ഇടപെടുക. ഇങ്ങനെയുള്ള സാന്ത്വന പരിചരണ പാലിയേറ്റീവ് കെയർ മെത്തേഡ്സ് വഴി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം പലപ്പോഴും നമുക്ക് ക്യാൻസർ ചികിത്സയുടെ ലക്ഷ്യം ഒരു പരിപൂർണമായിട്ടുള്ള ക്യൂർ മാത്രമായിരിക്കില്ല.
ഈ ലക്ഷ്യം എന്തായിരുന്നാലും ഒരു രോഗം പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കുമോ, ചിലപ്പോൾ ആ രോഗത്തിൻ്റെ അവസ്ഥ കുറയ്ക്കാനും കാഠിന്യം കുറയ്ക്കാനും അവരുടെ ആയുസ് കുറച്ച് നീട്ടിക്കിട്ടാനും കഴിഞ്ഞേക്കും. ചില രോഗികൾക്ക് നമുക്ക് ഒരു മീനിങ് ഫുൾ റിക്കവറി ഉണ്ടായില്ല എന്ന് വരും. പക്ഷേ ഏത് രീതിയിലാണ് നമ്മൾ ചികിത്സിക്കുന്നത് എന്നിരുന്നാൽ പോലും അവരുടെ സിംറ്റംസ്, അവരുടെ വേദനകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കുന്ന രീതിയാണ് സാന്ത്വന പരിചരണം അഥവാ പാലിയേറ്റീവ് കെയർ. അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ സർവീസസ് ഒരു ഓങ്കോളജിസ്റ്റ് എപ്പോഴും അവരുടെ എല്ലാ രോഗികളുടെയും ചികിത്സയിൽ ആദ്യമേ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഈ അമ്മ. അവർക്ക് സാന്ത്വന പരിചരണം വേണ്ട രീതിയിൽ കൊടുത്തതുകൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അവരെ ഒന്ന് ആദ്യമായിട്ട് ചിരിച്ചു കാണുന്നത് ഈ ഹോസ്പിറ്റലിൽ വന്ന് 2-3 ദിവസത്തിന് ശേഷമാണ് എന്നവരുടെ മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഓരോ രോഗിക്കും അവരുടെ ഫാമിലിക്കും ആവശ്യമായ ചികിത്സകൾ രോഗം കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, രോഗത്തിൻ്റെ ലക്ഷണങ്ങളും രോഗം കൊണ്ടാകുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും അവരുടെ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ ചികിത്സിക്കുക എന്നതാണ് യഥാർത്ഥ ക്യാൻസർ ചികിത്സയുടെ ധർമ്മം.